ഈ ഭൂമി മലയാളത്തിൽ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ. പിന്നീട് എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഉടൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രേട്ടൻ ചെയ്തിരിക്കുന്ന ഹോം ഇത് രണ്ടും ഒരുമിച്ച് ആ രണ്ടിനും കൂടെയാണ്. ആ സിനിമ രണ്ടും കണ്ടിട്ട് എന്തുകൊണ്ട് ഇന്ദ്രേട്ടനെ കൊടുത്തില്ല? മോശമായി പോയത്. ഇന്ദ്രേട്ടനും ബാസി ശ്രീനാഥും കൂടി ക്ലൈമാക്സിൽ കഥ പറഞ്ഞു കഴിയുമ്പോഴേ പുള്ളിയാണ് യഥാർത്ഥത്തിൽ മറ്റേന്നുള്ള പറഞ്ഞു കഴിയുമ്പോൾ വന്ന് ലാസ്റ്റ് വന്നിങ്ങനെ ഇരുന്നിട്ട് ഉമ്മ കൊടുത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഞാൻ ആ റൂമിൻ്റെ അവിടെ നിന്ന് നോക്കുന്ന ഒരു സീനുണ്ട്. അതിലും ഒരു അറിയാതെ ഒന്ന് കണ്ടെന്നറിഞ്ഞ ഇമോഷണൽ. അയ്യോ നമുക്ക് വരുമ്പോൾ ഒരു ആന വരുന്ന പോലെയാ. നമുക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു Happy Peanut Butter, a healthy source of protein. ഈ ഗോളാന്തര വാർത്തയിലേക്ക് വരുന്നത് അതിനകത്ത് ലേഖയുടെ അയൽക്കാരിയാ. ലേഖ ശോഭനയുടെ അവതരിപ്പിച്ച കഥാപാത്രത്തെ കസിനാണ്. അതായത് മമ്മൂക്കയുടെ കസിൻ സിസ്റ്ററാണ്. മമ്മൂക്ക അവിടെ വെച്ചാണ് ആദ്യം കാണുന്നത്. മമ്മൂക്ക അവിടെ വെച്ചാണ്. അന്നൊന്നും മമ്മൂക്ക കണ്ടിട്ടില്ല. ആക്ച്വലി കണ്ടിട്ടില്ല ഇൻ ദ സെൻസ് മര്യാദക്ക് നമ്മളൊക്കെ ഇങ്ങനെ നിന്നൊക്കെ ഇങ്ങനെ ആരാധനയോടൊക്കെ നോക്കി. അയ്യോ മമ്മൂക്ക വരുമ്പോ ഒരു ആന വരുന്ന പോലെയാ. മമ്മൂക്ക വരുമ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. നമ്മൾ ആന വരുമ്പോ ഒന്ന് ഒതുങ്ങും, പേടി. പക്ഷെ അതിന്റെ ഭംഗിയും അതിന്റെ ഒരു ഗെറ്റപ്പ് തലയെടുപ്പൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒളിഞ്ഞു നോക്കൂലേ, ആ അവസ്ഥയായിരുന്നു നമുക്ക് വരുമ്പോ. പിന്നെ പയ്യ മഴത്തുമ്പയിലേക്ക് വന്നപ്പോ അത് മാറി. മഴത്തുമ്പലാണ് ആ സൗഹൃദം അടുക്കുന്നത് തോന്നല്ലേ? കുറച്ച് അടുത്തിട്ടൊന്നുമില്ല, കുറച്ചൊന്ന് ഇതായി. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി അപ്പൂപ്പൻ മരിച്ച സമയത്ത് മമ്മൂക്ക മാത്രമാണ് ആ സ്ഥാനത്ത് നായക സ്ഥാനത്ത് നിന്ന് വന്ന് കണ്ടത്. മമ്മൂക്ക മാത്രമാണ്. ഏറ്റുമാനൂര് വന്നു കണ്ടു പോയിരുന്നു. അന്ന് എല്ലാവരും മമ്മൂട്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓടിപ്പോയി കാണും, വിളിച്ചു. അപ്പൂപ്പന്റെ മരണമൊക്കെ എല്ലാവരും മറന്നു. പിന്നെ മമ്മൂക്ക കാണാനായി ഓട്ടം. അല്ല ഞാനൊന്ന് ചെറുതാണ്, ഞാനും ഒരു ഒത്തിനോട്ടം കണ്ടിരുന്നു. പക്ഷെ അന്നൊന്നും വിചാരിച്ചില്ല മമ്മൂക്കയോടൊപ്പം നിൽക്കാൻ പറ്റുന്നോ കാണാൻ പറ്റുന്നോ അഭിനയിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. ഈ ഗോളാന്തര വാർത്തയിലേക്ക് വന്നത് എങ്ങനെയാണെന്നറിയോ? സത്യേട്ടൻ എന്തെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകം ഉണ്ടാവണം. ഞാൻ ആക്ച്വലി ഗലീലയിലുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഗോളാന്തര വാർത്തയിലേക്ക് വിളി വന്നത്. അങ്ങനെയാണ് ഞാൻ കുഞ്ഞു വേഷമാണ്. ഞാൻ അവിടുന്ന് അങ്ങനെയാണ് ഞാൻ സിനിമയ്ക്ക് പോയി തുടങ്ങുന്നത്. പക്ഷെ അത് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആവുന്നത് ഈ പറഞ്ഞ പോലെ മഴയത്ത് മുമ്പ് കുസൃതി ഉണ്ട്. ആനി, നിങ്ങളൊരു ഞാന് പ്രസീത, കീർത്തി, ഞങ്ങള് 4 പേര്. ആനിയും ഒരു മാറിവാന്യൂസിലെ എന്തെങ്കിലും കണക്റ്റഡ് ആണെന്നുണ്ടോ? മാറിവാന്യൂസിൽ അത്രയും ചട്ടമ്പി അല്ലായിരുന്നു. കാരണം പോയിട്ടില്ല. കറക്റ്റ് എന്തെങ്കിലും ഫെസ്റ്റിവൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ കാണുമ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കായിരിക്കും, നിനക്ക് ഇതിനൊക്കെ വരാൻ അറിയാമല്ലേ, നിനക്ക് എക്സാമിനും ക്ലാസ്സിലും കയറാൻ വയ്യല്ലേ എന്ന് ചോദിക്കും. അത് നേരത്തെ പിള്ളേർ പറയും ഇന്ന ദിവസം ഇതാണേ വരണേന്ന് പറയും. അപ്പം ക്ലാസ് കട്ടി ഇത് സിനിമ കട്ട് ചെയ്ത് പോവായിരുന്നു. അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും എൻജോയ് ചെയ്തൊരു സെറ്റാണ് മഴയത്ത് മുമ്പേ എന്ന് പറയുന്നത്. ആ പ്രായത്തിലുള്ള കുറച്ച് ആൾക്കാരും കമൽ സാർ ആക്ച്വലി കമൽ സാറിന്റെ ഇപ്പം ഞാൻ വിവേകാനന്ദൻ വേറിലാണ് അതിന്റെ ക്ലൈമാക്സിൽ ഒരു സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. കമൽ സാറും പറയായിരുന്നു പണ്ട് കാരവാനില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഒരു മുറിക്കകത്ത് ഞാനും ആനിയും വർക്കില്ലെങ്കിലും ഞങ്ങൾ ഹോട്ടലിൽ ആരുടെങ്കിലും ഒരാളുടെ മുറിയിലായിരിക്കും. ഞങ്ങൾ ഈ ഡ്രസ്സ് വരെ പരസ്പരം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാറുണ്ട്. അപ്പൊ അതൊരു കാലം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഉണ്ടായിരുന്നു എല്ലാരും കൂടെ ആയിട്ടുള്ള എൻജോയ്മെന്റും ബഹളവും കാര്യങ്ങളും. ഒരാൾക്ക് കൂട്ടി നിൽക്കുക. നമ്മള് വാഷ്റൂം പോണെങ്കിൽ കാട്ടിനകത്ത് പോയിട്ടുണ്ട്, കുറ്റിക്കാട്ടിനകത്ത് പോയിട്ടുണ്ട് പണ്ട്. ഇന്ന് എവിടെ പോലെ ക്യാരവാൻ ഉണ്ടല്ലോ. പിന്നെ പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ അങ്ങനെയല്ല. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കും പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ട് ഇങ്ങനെയല്ലല്ലോ, ഇന്നിപ്പൊ ഇങ്ങനെ ആണല്ലോ അപ്പൊ എന്നൊക്കെ പറയും. ആ ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു വന്നിരുന്നു. എവിടെ നമ്മള് കംഫർട്ട് ആവും, അതാണ് എന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ക്യാരവാനേ ഉള്ളൂ, 2 റൂമേ ഉള്ളൂ ചേച്ചി, അതങ്ങനെ
എന്ന് വന്നു ക്യാരവാൻ. എനിക്കൊരു റൂം തന്നാന്ന് ചോദിച്ചാൽ ആ റൂമിലേക്ക് ആരും കയറി വരരുത്. അങ്ങനെ ഞാൻ ഇരുന്ന സെറ്റുകളുണ്ട്. അപ്പം എനിക്ക് ക്യാരവാൻ വേണ്ട, അവർക്ക് കൊടുത്തേരാം, ഞാൻ റൂമിലിരിക്കും. എനിക്കും അതാണ് ക്യാരവാൻ അപ്പുറത്തെ പറമ്പ് കൊണ്ടിട്ടിട്ട് അവിടുന്ന് ഓരോ ഷോട്ടിനും പാവപ്പെട്ട അസോസിയേറ്റ്സ് വന്ന് വിളിച്ച് അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് വന്ന്. അപ്പം നമുക്ക് സൗകര്യമില്ല. ഒരു സ്കൂളോ കോളേജോ ഒക്കെയാണ്, അവിടെ അധികം സൗകര്യമില്ല. ക്യാരവാനൊക്കെ ഒരു വീട്ടിലൊക്കെയാണ് ഷൂട്ടെങ്കിൽ മിക്കവാറും ഞാൻ വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിലായിരിക്കുള്ളൂ. മഴയത്ത് മുമ്പ് സൗഹൃദങ്ങൾ ഇന്നും അവരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടോ? ഡെയിലി എന്ന് പറഞ്ഞ പോലെ വിളിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോ ആവശ്യങ്ങൾക്കും അനിയാണെങ്കിലും പ്രസീതയാണെങ്കിലും കീർത്തിയാണെങ്കിലും ഒക്കെ ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യം എന്നല്ല, ഒരു തുടക്കത്തിൽ തന്നെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അടൂർ സാറിൻ്റെ ഒരു വിളി വരിക, 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന പടം. ഒരു ആന്തോളജിയാണ് ശരിക്കും അത്. അതിൽ എനിക്ക് തോന്നുന്നു അതിൽ അതിൻ്റെ ടൈറ്റിൽ പേര് തന്നെ കിട്ടിയൊരു കഥ അങ്ങനെയാണ്. ചിന്നു അമ്മയാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. മുരളിച്ചേട്ടനും മുകേഷും ഒക്കെയാണ് അല്ലേ? അടൂർ സാറിലേക്ക് വരുന്നത്, അടൂർ സാറൊക്കെ എങ്ങനെയാണ് വരുന്നത്? അടൂർ സാറ് വിളിച്ചപ്പോൾ അടൂർ സാറാണെന്ന് അറിഞ്ഞില്ല. ഈ മൊബൈലിനും അത്ര നിലവിലില്ല, ഉണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര ഇതല്ല. അപ്പോൾ സാറ് വിളിച്ചിട്ട് ഹലോ ഞാൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അതിന് എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അന്ന് എനിക്ക് ചെറിയ പനിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ മറ്റേ ഇൻ്റർകോം ഇതുണ്ട്, അപ്പം അതിലാണ് ഞാൻ എടുത്തിട്ട് സംസാരിക്കുന്നത്. അതിന് പറഞ്ഞു അല്ല എൻ്റെ ഒരു സിനിമയുടെ കാര്യം പറയാൻ വിളിച്ചതാണ്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു. കാരണം അതിന് തൊട്ട് മുമ്പ് മനോജ് കെ ജയനാന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ട് കുറച്ചൊന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്, അത് എൻ്റെ ഒരു സിനിമയിലൊരു വേഷം ചെയ്യാനാണ്. മഞ്ജു സിനിമയൊക്കെ ചെയ്യുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു ചെയ്യാതെയൊന്നുമില്ല, ഞാൻ തിരിച്ചു വിളിക്കട്ടെന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് കത്തി, ഞാനാണെങ്കിലോ ഞാൻ തിരിച്ചു വിളിക്കട്ടെ ഞാൻ അപ്പം തന്നെ ജഗദീഷ് ചേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ജഗദീഷ് ചേട്ടാ ഇങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ട്, അപ്പം അത് ഉള്ളതാണോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അടൂർ സാർ എന്താ പറഞ്ഞപ്പോൾ ഇങ്ങനെ സിനിമ അടൂർ സാറൊരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ വാങ്ങിയിരുന്നു. ജഗദീഷ് ചേട്ടനെ വിളിച്ച് ഞാൻ ജഗദീഷ് ചേട്ടാ എനിക്ക് അടൂർ സാറിൻ്റെ നമ്പർ ഒന്ന് തരാൻ പറഞ്ഞു. ഞാൻ ജഗദീഷ് ചേട്ടൻ ഒരു നമ്പർ തന്നപ്പോൾ ഈ രണ്ട് നമ്പറാണ്. അപ്പം മനസ്സിലായി നമ്പറാ എന്നെ പറ്റിച്ചു. ജഗദീഷ് ചേട്ടൻ തന്ന നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ ലാൻഡ് നമ്പർ, രണ്ടും ലാൻഡ് നമ്പർ. വൈഫായിരുന്നു എടുത്തത്. ഞാൻ മഞ്ജു പിള്ളയാണ്. ഒരു മിനിറ്റ് ഞാൻ സാറിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം കത്തി എൻ്റെ ദൈവമേ വേർത്തിട്ട് എൻ്റെ പനിയൊക്കെ എങ്ങോട്ട് പോയിന്നെല്ലാം. സാറപ്പം വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കല്ലേ സാർ, സംഭവം ഇതാണ്, എന്നെ ഇങ്ങനെ പറ്റിച്ചു, ആരോ പറ്റിക്കാൻ ഞാൻ വിചാരിച്ചു മഞ്ജു എന്താ ഇങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നതെന്ന് വിചാരിച്ചു എന്ന്. അപ്പോൾ പറഞ്ഞു അല്ല പനിയാണെങ്കിൽ അയ്യോ ഒരു പനിയില്ല സാർ, കുഴപ്പമില്ല, എല്ലാം പോയി, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് കണ്ട് പോയി. ഞാൻ സാറിനെ കാണാൻ പോയി, കണ്ട് സാറ് തന്നെയാണ് നേരിട്ട് വിളിക്കുന്നത്, കണ്ട് സംസാരിച്ച്. സാറിൻ്റെ ഫസ്റ്റ് ഡോക്യുമെൻ്ററിയിൽ അഭിനയിക്കുന്നത് എസ് പി പിള്ളയും കെ പി ശ്രീലതയാണ് ആദ്യം അഭിനയിക്കുന്നത്. അപ്പം ആ ഒരു ഇതിരിക്കുന്നുണ്ട്. പിന്നെ സാറെപ്പോഴും പറയും സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ CID മൂസയാണ് അടൂർ സാറിന്. സാറ് അത്യാവശ്യം ഈ പറയുന്ന പോലെ പേടിപ്പിച്ച് വെച്ചതാണ്. സാർ അത്യാവശ്യം ഹ്യൂമർ സെൻസും ഭയങ്കര സോഫ്റ്റും ഭയങ്കര കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ സാറിൻ്റെതായ ചില ഇതുണ്ട്, അതനുസരിച്ച് സാറ് നിൽക്കുള്ളൂ എന്നുള്ളതാണ്. അത് ഒരു ഡയറക്ടറുടെ ഒരു എന്താ പറയുക ആവശ്യമാണ്, ഡയറക്ടറുടെ ഒരു അധികാരമാണത്. അങ്ങനെയാണ് സാറിൻ്റെ ചിഹ്നവുമായിട്ട് ചെയ്യുന്നത്. ആദ്യം ചെന്നപ്പോൾ ഒരു ഇതായിരുന്നു, രണ്ടാമത് ഇങ്ങനെ പയ്യെ ഓക്കെ ആയി, മൂന്നാമതും ഓക്കെ, നാലാമതൊക്കെ ഓക്കെ ആയപ്പോൾ സാറ് പറഞ്ഞു നമ്മളെ ട്രാക്കിൽ ചെയ്യുന്നപ്പോൾ മഞ്ജുവിൻ്റെ വർക്ക് കഴിഞ്ഞല്ലോ. ആകെ 4 ദിവസം ഞാൻ വർക്ക് ചെയ്തുള്ളൂ. മുരളിച്ചേട്ടൻ ഹസ്ബൻഡ്, മുകേഷ് ചേട്ടൻ എൻ്റെ പഴയ കാമുകൻ. ചെറുകഥകളായിരുന്നു. അതിൽ ചിന്നുമാന്ന് പറഞ്ഞത് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഭാഗ്യമാണ്. അതിലേക്കൊന്ന് എത്തിപ്പെടാൻ ഒരു അല്പ പ്രയാസം. അത് കഴിയുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വീഴും. ഒരു ഒറ്റ വാക്ക് ഷൂട്ട് ചെയ്യാൻ കുറേ സമയം എടുത്തു. അതൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പോയി. അതിൽ പിന്നെ എന്തൊക്കെയുണ്ട് ചിന്നുമോ വിശേഷം ചോദിക്കുമ്പോൾ കഴിയുന്നു. ഈ സാധനം അതിനകത്ത് നോക്കിയാൽ അറിയാം. എൻ്റെ പൊന്നെ 9-13 ടേക്ക് എടുത്തു. എത്ര എടുത്തിട്ട് ശരിയാവുന്നില്ല. പല രീതിയിലും കഴിയുന്നു കൊടുത്തു നോക്കി, പറ്റുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. അത് സാറിനത് കിട്ടുന്ന വരെ സാറ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് കഴിയുന്നു. എന്തോന്നാ ചേട്ടാ കഴിയുന്നു, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ജീവിച്ചു പോന്നു, കഴിയുന്നു, അതാണ് സംഭവം. കഴിയുന്നു. അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞ് സാറൊരു 9-10 ടേക്കൊക്കെ ആയപ്പോഴത്തേക്ക്, പക്ഷെ അത് മാത്രമേ പോയുള്ളൂ കേട്ടോ. എനിക്കൊരു 12 ടേക്കോളം പോയത് അത് മാത്രമേ ഉള്ളൂ. കഴിയുന്നു, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫസ്റ്റ് ടേക്ക് സെക്കൻഡ് ടേക്ക് ഒക്കെ ഓക്കെ ആയിരുന്നു.
ഇത് മാത്രമാണ് എനിക്ക് കുറേ ടേക്ക് എടുത്തത്. അതെ മൂന്നാമത്തെ ദിവസം പറഞ്ഞു നമ്മുടെ ട്രാക്കിൽ ഫസ്റ്റൊക്കെ ഓക്കെ ആക്കി ഞാൻ. അപ്പോൾ നമ്മുടെ ട്രാക്കിലായപ്പോൾ മഞ്ഞൊരു വർക്ക് തീർന്നല്ലോ. ഞാൻ സാർ ഞാൻ വേണമെങ്കിൽ നിൽക്കാം. ഇനിയൊരു വിളിയൊക്കെ വരുമല്ലേ, വിളിയൊക്കെ വരണം അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ. അതെ, ഞാൻ ചാൻസ് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരാൾ അടൂർ സാറായിരിക്കും. അതായത് കാര്യമായിട്ട് ഞാൻ ചെന്നിട്ട് സാറേ അടുത്ത ഒരു പടം കൂടെ എനിക്ക് സാറിൻ്റെ ചെയ്യണം, സാറിനെ വിളിക്കണം, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന്, എന്നെ വിളിക്കണേ സാർ. ഒരു ഇതാണ് എനിക്ക് ഇടയ്ക്ക് അടൂർ സാറിൻ്റെ ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതാണെങ്കിൽ പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും. എന്തോ സാർ ഇപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല സാർ. ചെയ്യട്ടെ, നമുക്കൊരു കഥാപാത്രം വരട്ടെ അല്ലേ. പക്ഷെ ഒരു കോള് വന്നു, അത് ഞാൻ കേട്ടത് കമൽഹാസനാണ്. അതെ, മന്മഥനുണ്ട്, അദ്ദേഹമായിട്ട് അഭിനയിച്ചു. അഭിനയിച്ചു. ചെറിയ വേഷമാണ്, പക്ഷേ ചെറിയ വേഷമൊന്നുമല്ല, കണ്ടിന്യൂസ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമറസ് ഒരു ഇതായിട്ടുണ്ട്. അങ്ങനെ തുടക്കം പോലെ അവസാനം വരെ ഒരു ഓളത്തിനങ്ങ് പോയെന്നേ ഉള്ളൂ. എല്ലാവർക്കും അവങ്ങളെ തെരയോ ആന ഒരു പ്രത്യേകത ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് വിളിച്ചൊരു കോളിനെ കുറിച്ച് കേട്ടത്. അതെ അതെ, സിനിമ കഴിഞ്ഞതിന് ശേഷം റഷ സെറ്റ് കണ്ടിട്ട് എന്നെ അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ കണ്ടു, നിങ്ങൾ മലയാളത്തിന്റെ മനോരമയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, മലയാളത്തിന്റെ മനോരമയാണ്, നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആരും എന്നെ അങ്ങനെ വിളിച്ച് അപ്രീഷിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല സിനിമ കഴിഞ്ഞ് കണ്ടിട്ട്. അദ്ദേഹം പറഞ്ഞു ഒരു വലിയ കോംപ്ലിമെന്റ് ആണ്. അതെ അതെ, അതൊക്കെ ഈ പറഞ്ഞ പക്ഷെ പിന്നീട് തമിഴിൽ അങ്ങനെ പോയായിരുന്നു. എന്തുകൊണ്ടാണ് തമിഴില് 1-2 പ്രോജക്റ്റുകൾ വന്നത് എനിക്ക് അങ്ങോട്ട് അത്ര ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒത്തു വന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം ഒരുപാടൊന്നുമില്ല. ഞാൻ ഫാലിമി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വിളിച്ചിരുന്നു. ഫാലിമി കണ്ടിട്ട് ഇപ്പൊ വിളിച്ചു. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വേറൊരാള് ഫാലിമിയും ഹോമും ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടർ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഡേറ്റ്സ് ഒക്കെ കുറച്ച് ഇത് ആയിപ്പോകും. ലക്കി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ചിന്നു അമ്മ, അതുപോലെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയത് ഈ പറഞ്ഞ പോലെ ഹോം എന്ന് പറയുന്നതിലെ കുട്ടിയമ്മ അല്ലെങ്കിൽ ക്യാരക്ടർ കുട്ടിയമ്മ എന്നാണ്. അത് ഒരിക്കലും അതിനെ കുട്ടിയമ്മ പറയാതെ കൊണ്ട് ഒരു ക്യാരക്ടറിനെ നമ്മൾ പറഞ്ഞു പോകാൻ പറ്റില്ല. മറ്റേതെന്നെ പറഞ്ഞ് എന്താണ് അതിനെന്ന് പറഞ്ഞിട്ടല്ലേ ഈ പറയുന്നത്. കുട്ടിയമ്മ അങ്ങനെ ഒരു കഥാപാത്രമല്ലേ. അതെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ എൻ്റെ സെക്കൻഡ് എൻട്രി എന്നെ ഞാനാക്കിയതും സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു സ്ഥാനം സ്പേസ് ഉണ്ടാക്കി തന്നത് കുട്ടിയമ്മയാണ്. അപ്പം അതിനോട് പ്രത്യേകമായൊരു സ്നേഹമുണ്ട്. എങ്ങനെയാണോ ശരിക്കും അതിൻ്റെ ഒരു അതിനകത്താണ് ചേർന്ന സാധാരണ ഗെറ്റപ്പിൽ എന്ന് പറഞ്ഞ പല്ലൊക്കെ ഉന്തിയിട്ട് ഒരു ഇതായിരുന്നു. അതൊക്കെ സാധാരണഗതിയിൽ ഒരാൾ ചെയ്യുമെന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല. 1-2 പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ നമ്മുടെ ഗ്ലാമർ സൗന്ദര്യം പോകുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു സിനിമ കണ്ടിട്ട്. ഞാൻ പറഞ്ഞ ക്യാരക്ടർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തില്ലേ പറ്റില്ല. അതിനകത്ത് അതുകൊണ്ട് മഞ്ജു പിള്ളയെ കാണാൻ പറ്റിയില്ല, കുട്ടിയമ്മ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയത്. അതിനകത്ത് അല്ലെങ്കിൽ ഒരു മഞ്ജു പിള്ളയെ കാണാൻ പറ്റിയ ശ്രീനിവാസനും ഉർവശിയും വെച്ചിട്ടാണ് ആ പ്രൊജക്ട് ആരംഭിച്ചത്. ഉർവശിക്കുള്ള റീപ്ലേസ്മെന്റ് ആയിട്ടാണ്. അതൊക്കെ ഒരു വലിയ അംഗീകാരമാണ് അല്ലേ. എന്തായാലും അതിന്റെ ഓർമ്മകൾ എന്താണ്? താങ്ക്സ് ടു കോവിഡ് പറയാൻ പാടില്ല. അന്ന് കോവിഡ് ആയതുകൊണ്ടും പൊടിച്ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നിട്ട് മറ്റേ ക്വാറന്റൈനിൽ ഇരിക്കണം, അങ്ങനെ കുറേ കോംപ്ലിക്കേഷനും കാര്യങ്ങളും, ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇത് ഡിസ്ട്രിക്റ്റ് വിട്ടിട്ട് സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെയൊക്കെ കുറേ ഡിസ്ട്രിക്റ്റില്ല സ്റ്റേറ്റ് വിട്ടിട്ട് സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ 2 ആഴ്ച ക്വാറന്റൈൻ, അതൊക്കെ ആലോചിച്ചിട്ടാണ് അവരിതിലേക്ക് കടന്നത്. അവരുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വന്ന ഒരു സംഭവമാണ്. അതിനകത്ത് തട്ടിയും മുട്ടിയും 2 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, സിബിനും അജിത്തും. അവരതിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു അവിടെ ഹോമിൻ്റെ. അവരാണ് റോജിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതും. വിജയേട്ടനോട് സംസാരിച്ചു, വിജയബാബുവിനോട്. വിജയേട്ടൻ ആക്ച്വലി എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് വിജയേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ വിജയേട്ടൻ്റെ സിസ്റ്റർ ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മകനാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വളരെ അടുത്തതാണ്. എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനൊക്കെ വിജയേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം അന്നോട്ടേ അറിയാം. പക്ഷെ വിജയൻ്റെ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഈ ഹോമിലാണ്. വിജയേട്ടനാണ് വിളിക്കുന്നത്. ഞാൻ ഇടപെടത്തില്ലെന്നാ പറഞ്ഞേ. ഫാമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വിളിച്ചു, സംസാരിച്ചു, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇന്ദ്രൻസിൻ്റെ പേരാണ്. ഞാനെന്താ
അതൊരു പതുക്കെ പറഞ്ഞല്ലേ ഇന്ദ്രൻസിന്റെ പേര് ഇന്ദ്രൻസിന്റെ കാരണം ചിലപ്പോൾ ചെയ്യുന്നതൊരു ചെയ്യുമ്പോൾ ഒരു സംശയമായിരുന്നു. സംശയമായിരുന്നു. പേരാണ് നമുക്ക് അങ്ങനെ അതെന്താ അത് ഞാനും ഇന്ദ്രനും കൂടെ ഭയങ്കര കമ്പനിയാണ്. അതെ അതെ അപ്പൊ ഇന്ദ്രനാണെങ്കിലും എടാ നീ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഫ്രീ ആകും ഞാൻ അഭിനയിക്കാൻ എന്ന് പറയും ഇന്ദ്രനാണെങ്കിലും. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതും ഞാൻ അതിലേക്ക് എത്തപ്പെടുന്നതും. പക്ഷെ അത് എന്റെയും കൂടെ ഒരു ഹോമായിട്ട് മാറുകയായിരുന്നു. ഒരുപാട് മെസ്സേജുള്ള ഒരു പടമാണ്, അസാമാന്യ പടമാണ് അല്ലേ? അതെ. കാരണം എങ്ങനെയാണ് ഒരു തലമുറ, ഒരു പുതിയ തലമുറ അവരുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തേണ്ടതെന്ന് പറഞ്ഞു തന്നൊരു പടമാണ്. എനിക്കൊന്ന് ശ്രീനാഥ് ഭാസി, ആ കുട്ടികൾ ഈ പറഞ്ഞ നസ്ലിൻ ഒക്കെ തുടങ്ങുന്ന സമയം, നസ്ലിന്റെ ഒക്കെ തുടക്കം നസ്ലിന്റെ ഫസ്റ്റ് സെക്കൻഡ് മൂവിയാണ് അല്ലേ? നസ്ലിനൊക്കെ നസ്ലിൻ എന്താണ് നസ്ലിനെ കിട്ടല്ലേ? ഞാൻ കണ്ടിരുന്നു 2 ദിവസം മുമ്പ് ആലപ്പുഴ ജിംഖാനയുടെ ഇതിന്. നസ്ലിനും ഉണ്ട്, ഫാലിമിയിൽ എൻ്റെ മോനായിട്ട് അഭിനയിച്ച സന്ദീപും ഉണ്ട് അതിനകത്ത്. അവർ രണ്ടുപേരും കൂടി വന്നിരുന്നു എൻ്റെ കൂടെ ഫോട്ടോ. 2 മക്കളും വന്നു, സന്തോഷമായോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മതിയല്ലോ കാണുമ്പോൾ, രണ്ടും പോയി കഴിഞ്ഞാൽ വിളിയൊന്നും ഇല്ലല്ലോ എന്ന്. ഇന്നത്തെ ഈ തലമുറയായിട്ടൊക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരാളാണ്. ഇന്നത്തെ തലമുറയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ട് നമ്മൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ അവരിങ്ങനെയാണ്. അങ്ങനെ ഒരു അനുഭവം മഞ്ജുവിനെ സംബന്ധിച്ചുണ്ടായി? എനിക്കുണ്ടായിട്ടില്ല, ഒരു മോശമായിട്ടൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സുരേഷ് ഏട്ടാ, ഈ ഭൂമി മലയാളത്തിൽ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ? അതെ അതെ, എൻ്റെ ചോദ്യം അതാണ്. നമ്മൾ ഈ മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയെ ഇത് പറയുമ്പോൾ, സിനിമയ്ക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ മാത്രം ബൂസ്റ്റ് ചെയ്ത് പറയുമ്പോൾ പുറത്ത് നടക്കുന്നില്ലേ? ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്, ടെക്കികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്, എല്ലായിടത്തും ഉള്ള ആൾക്കാർ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്ന് പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒന്നും നടക്കുന്നില്ല. സീരിയസ്ലി എനിക്ക് അവിടെയുള്ള പല ആൾക്കാരാണ്, ടെക്കികളുമായിട്ട് എനിക്ക് അറിയാവുന്നവരുണ്ട്, ഹോസ്പിറ്റലിലുള്ളവരും ഉണ്ട്, ബാങ്കിലുള്ളവരും ഉണ്ട്, എല്ലാവരും. അവിടെയൊക്കെ നടക്കുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ ബാങ്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എടുത്ത് മറ്റേ ബാങ്ക് ഇന്ന ബാങ്ക് എന്തൊന്നുമില്ല, 1-2 സ്ഥലങ്ങളിൽ അതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ട, വിവാദങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാ സ്ഥാപനങ്ങളും, സ്കൂളിലുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പം എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് മലയാള സിനിമയിൽ മാത്രമേ ഇതുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് മലയാള സിനിമ മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ഇതുമല്ല പശ്ചാത്തലം അങ്ങനെ ഇല്ല. യൂസ് ചെയ്യേണ്ടവന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലഹരി വസ്തുക്കളാണെങ്കിലും മോശപ്പെട്ട പ്രവൃത്തികളാണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിക്കേണ്ടവന് എവിടെയാണെങ്കിലും പോവാം. അത് മലയാള സിനിമയിൽ വരണം എന്നില്ല. ഇന്ദ്രൻസിനെ കുറിച്ചൊന്നും പറയാതെ പോവാതെ വയ്യ അല്ലേ? ഫോമിലെ കഥാപാത്രം നെഞ്ചോട് വെക്കുമ്പോൾ തന്നെ ഇന്ദ്രൻസിയേട്ടൻ എന്ന് പറയുന്നൊരു നടനപ്പുറം നമ്മളൊരു മനുഷ്യനെ എങ്ങനെയാണ്, പച്ചയായ മനുഷ്യനെ എങ്ങനെയാണ് പരിചയം? അത് തന്നെയാണ് സംഭവം, പച്ചയായ മനുഷ്യനാണ്. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ശരിക്കുള്ള പേര്. ഇന്ദ്രേട്ടൻ എൻ്റെ ചക്കരയാണ്. ഇന്ദ്രേട്ടൻ ഭയങ്കര ജെനുവിനാണ്. ഇപ്പോഴും മലയാള സിനിമ വളരുകയും മലയാള സിനിമയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലിബർ വളരുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരുകയും ചെയ്തിട്ടും ഇന്നും പഴയ സുരേന്ദ്രനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇന്ദ്രൻ. ഞാൻ ഇടയ്ക്ക് സുരേന്ദ്രൻ എന്നൊക്കെ വിളിക്കും. എൻ്റെ അമ്മ വിളിക്കുന്നത് സുരേന്ദ്രൻ എന്നാണ്, കാരണം പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് സുരേന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇന്ദ്രേട്ടൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെയധികം കുറച്ച് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് മലയാള സിനിമയിൽ. അതിലൊരാൾ ഇന്ദ്രേട്ടനാണ്. ചിലപ്പോൾ വെരി ഫസ്റ്റ് നിൽക്കുന്ന ഇന്ദ്രേട്ടനായിരിക്കും. ഇന്ദ്രൻ തന്നെ വിളിച്ചിട്ട് പറയാണ്, മഞ്ജു നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആകുമെന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന് വലുപ്പം ആലോചിക്കണം അല്ലേ? അദ്ദേഹം അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും ആകുമ്പം ഒരു നെഞ്ചിടിപ്പാടാ, വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ അവർക്കത് ഇഷ്ടപ്പെടുവോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരിതാണ്. നീ വരുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആണെന്ന് പറയും. ഞങ്ങൾ അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇങ്ങോട്ട് പറയും നീ അങ്ങനെ പറ, അപ്പം ഞാൻ ഇങ്ങനെ പറയാം, അല്ല ഇന്ദ്രേട്ട അവിടെ ഇത് പറയും, ഇന്ദ്രേട്ട നല്ല രസമുണ്ടാവും, ഇന്ദ്രേട്ട അത് പറഞ്ഞു നോക്കെന്ന് പറയുമ്പോൾ ഇന്ദ്രേട്ട ഉണ്ടായ രീതിയിൽ അത് പറയുക. അങ്ങനെയൊക്കെ ഒരുപാട് ഹോമിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണ് നനയിച്ച് ഏതെങ്കിലും അവിടെ സീനിൽ ഇരുന്ന് സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന എന്തെങ്കിലും മുഹൂർത്തം ഉണ്ടായിരുന്നു? ഞങ്ങൾക്കിടയിലില്ല. ഞാനതിലെ പൊട്ടിത്തെറിക്കുന്ന സീൻ ഉണ്ടല്ലോ, അത് ഞാൻ ഗ്ലിസറിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒറ്റ ടേക്കിൽ റിഹേഴ്സലൊന്നും ചെയ്യാതെ ഡയലോഗ് പറഞ്ഞു തന്നിട്ട് ഞാൻ പറഞ്ഞു, റോജി നമുക്കത് ടേക്ക് എടുത്ത് നോക്കാം, റിഹേഴ്സൽ പോലെ തന്നെ ആയിക്കോട്ടെ, ടേക്ക് എടുത്ത് നോക്കാം. ചിലപ്പോൾ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് രണ്ടാമത് എടുക്കുമ്പോൾ അതിൻ്റെ പവർ കിട്ടില്ല, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ശരി ചേച്ചി, ഞാൻ പിന്നെ റോൾ ചെയ്തോണേ എന്ന് പറഞ്ഞു ഞാൻ. അപ്പം അങ്ങനെ ഒരു വെറുതെ ഇരുന്ന് പറഞ്ഞു നോക്കിയിട്ട് ഫസ്റ്റ് ടേക്കിൽ അത് പറഞ്ഞു. ആദ്യത്തെ ടേക്കിൽ അതെ അതെ അതെ. അയ്യോ ഞാൻ വെറുതെ പറയാം.
അതേടാ എനിക്ക് ഓർമ്മയില്ല. നീയൊക്കെ ആരാടാ ഭൂമിയിലേക്ക് പൊട്ടി വീണ മാലാകന്മാരോ? എന്നിട്ട് ഞാൻ ശ്രീധരൻ പറഞ്ഞു, ആ ഇരിക്കുന്നതേ നിന്റെ തന്തയാ. നസ്ലിന്റെ അടുത്താണ്. നസ്ലിനാണ് വന്ന് ഇങ്ങനെ തട്ടിയിട്ട് എന്തോ അയാളോട് പറയുന്നത് നമ്മൾ അതെ അതെ. അപ്പൊ ആ സീൻ എടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടാണ്, കണ്ണ് നിറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അത് പിന്നെ ഒന്നും കൂടി എടുക്കേണ്ടി വന്നു. അതില് ആക്ച്വലി ആ കുഞ്ഞിന്റെ ഒരു ഷോട്ട് ഉണ്ട്. ആ കുഞ്ഞ് ക്യാമറമാന്റെ മോനെ, അതില് നീലിന്റെ കുട്ടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞായിട്ട് ഇരിക്കുന്നില്ലേ, അതിനകത്ത് അവളുടെ ക്ലോസ് വെച്ചിട്ട് അവളുടെ ഇത് എടുക്കണം. അപ്പൊ ഞാൻ ചാടി ഇങ്ങനെ എണീക്കും, അതേടാ എന്ന് പറഞ്ഞിങ്ങനെ എണീക്കുമ്പോ കൊച്ചു ഞെട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിനോടൊപ്പം തന്നെ അവളുടെ ക്ലോസ് വെച്ചപ്പം അതേടാന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ടേബിളിൽ അടച്ചു. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കൊച്ചു ഇങ്ങനെ ആയി. അത് കറക്റ്റ് അത് കിട്ടുകയും ചെയ്തു. ഇന്ദ്രേട്ടനും ബാസി ശ്രീനാഥും കൂടി ക്ലൈമാക്സിൽ കഥ പറഞ്ഞു കഴിയുമ്പോഴേ, പുള്ളിയാണ് യഥാർത്ഥത്തിൽ മറ്റേന്നുള്ള പറഞ്ഞു കഴിയുമ്പോൾ വന്ന് ലാസ്റ്റ് വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഉമ്മ കൊടുത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഞാൻ ആ റൂമിന്റെ അവിടെ നിന്ന് നോക്കുന്ന ഒരു സീനുണ്ട്. അതിലും ഒരു അറിയാതെ ഒന്ന് കണ്ടു നിറഞ്ഞു. അതിന് അന്ന് നമ്മുടെ സംസ്ഥാന പുരസ്കാര വേദികളിലൊക്കെ അവാർഡിന്റെ ഒരു ചെറിയ സൂചനകളൊക്കെ തന്നിരുന്നു കുട്ടിയമ്മയ്ക്ക്. കിട്ടാതെ പോയാലും വിഷമമാണ്. കിട്ടാതെ പോയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവാർഡ് എന്ന് പറയുന്നത് അംഗീകാരം തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അന്ന് കിട്ടാതെ പോയാലും എനിക്ക് വിഷമമില്ല. കാരണം അത് കിട്ടാതെ പോയതിൽ എനിക്ക് അന്ന് ജനങ്ങളുടെ അംഗീകാരം കിട്ടിയത് ഒരു അവാർഡിനേക്കാൾ വിലയേറിയതായിരുന്നു. ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത്. അന്നൊരു 2-3 ദിവസത്തേക്ക് ചാനലുകാരും ജനങ്ങളും മീഡിയക്കാരെല്ലാവരും ഈ കിട്ടാതെ പോയതിനെ കുറിച്ചുള്ള ചർച്ചയും അതിനെതിരെ പ്രതികരിക്കുകയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആ ഒരു അവാർഡെന്ന് പറയുന്നത് അതിലും എത്രയോ വലുതാണ്. അതുകൊണ്ട് പക്ഷേ എനിക്ക് പിന്നീട് എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം വെച്ചാൽ, ഉടൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, ഹോം, ഇത് രണ്ടും ഒരുമിച്ച് ആ രണ്ടിനും കൂടെയാണ്. ആ സിനിമ രണ്ടും കണ്ടിട്ട് എന്തുകൊണ്ട് ഇന്ദ്രേട്ടന് കൊടുത്തില്ല? മോശമായി പോയത്. ആ 2 കാറ്റഗറിയിലുള്ള ഒന്ന് പാവപ്പെട്ട പപ്പയും ഇപ്പുറത്ത് നിൽക്കുന്ന ഉടലിലെ ആ ഒരു ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ഒരു മനുഷ്യനും. അത് രണ്ടും 2 ലെവലിൽ നിന്ന് എക്സ്ട്രീമിൽ നിന്ന് ഈ മനുഷ്യൻ ചെയ്തിട്ട് അത് കാണാതെ പോയെന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ ആണ് ഞാൻ ആ അവാർഡിന് കൊടുക്കേണ്ടത്? അതുകൊണ്ട് നമുക്ക് എനിക്ക് വിഷമം തോന്നിയില്ല അത് കിട്ടാതെ. പക്ഷെ എന്തോ ആഗ്രഹിച്ചിരുന്നില്ലേ നമ്മൾ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് എല്ലാവരും ഗവൺമെന്റ് അംഗീകരിക്കണം, ഗവൺമെന്റ്. പക്ഷെ അതുകൊണ്ട് നാഷണൽ ലെവലില് അംഗീകാരം കിട്ടിയാതെ അതല്ല. എനിക്ക് ആ സിനിമയ്ക്ക് ഇന്ദ്രേട്ടന് കിട്ടണം എന്ന്, എനിക്ക് കിട്ടുന്നതിൽ കിട്ടണമെന്ന് കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത്രത്തോളം നന്നായിട്ട് ഇന്ദ്രേട്ടൻ ചെയ്തിരുന്നു. ഞാൻ എനിക്ക് കിട്ടണം എന്നൊന്നും എനിക്കങ്ങനെ വലിയ കിട്ടിയ സന്തോഷം ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സങ്കടം എനിക്ക് വന്നില്ല. ആക്ച്വലി ഇത് അനൗൺസ് ചെയ്യുന്ന ദിവസം ഞാൻ സിനിമ കാണാൻ പോയിരിക്കുന്നു. ഞാൻ മറന്നുപോയി. എന്റെ തലേദിവസമൊക്കെ ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ചേച്ചി എവിടെ ഉണ്ടാവും ഈ ചാനൽസിന് നേരത്തെ ചെറിയ ഹിന്ദി കിട്ടും, ചെറുതായിട്ട് എന്തോ ഹിന്ദി കിട്ടും തോന്നുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഫൈനൽ റൗണ്ടിലുള്ളവരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അവാർഡ് ഞാനൊന്നും വീട്ടിലില്ല, ചേച്ചി എവിടെ കാണുന്ന സിനിമ, ഏത് തിയേറ്റർ അങ്ങോട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ ഈ വിഷയം ഞാൻ മറന്നുപോയി. ഞാൻ രാവിലത്തെ മാറ്റിനിക്കാണെന്ന് തോന്നുന്നു, രാവിലത്തെ ന്യൂട്രോയ്ക്ക് എങ്ങാണ്ടാ പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ഇവരുണ്ട്. ഞാൻ പെട്ടെന്ന് ഇതിന് ഇത്രയും ആൾക്കാരെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പിന്നെയാണ് മറ്റേ ചാനലിന്റെ മറ്റേ അമ്പർലയും മറ്റേ കുടയും കാര്യങ്ങളും അടിയൊക്കെ കണ്ടത്. ഞാൻ അയ്യോ അമ്മ ഇന്ന് മറ്റേ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ്, ഞാൻ മറന്നുപോയി. പിന്നെ അവിടെ ഇരുന്ന് ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എന്നെക്കാട്ടിൽ സങ്കടം മീഡിയക്കായിരുന്നു, ചാനലുകാർക്ക്. അവർക്കും വല്ലാണ്ടായി പോയി. ഇത്രയും നേരം വന്നിരുന്നിട്ട് ഞാൻ പിന്നെ കൂലായിട്ട് ഞാൻ പറഞ്ഞു എവിടെ പോണം, എനിക്ക് അവാർഡ് വാങ്ങിച്ചു തന്നിട്ട് പോയാൽ മതി, മര്യാദക്ക് സിനിമ കാണാൻ പോയ എനിക്ക് അവാർഡ് വാങ്ങിച്ചു തന്നിട്ട് അവർക്ക് സങ്കടമായി. ചില ചാനലുകാർ കഷ്ടമായി പോയി പറഞ്ഞാൽ അവര് പോയി. അല്ല, തീർച്ചയായിട്ടും അത് മഞ്ജുവിന് ഇന്ദ്രേട്ടനും അർഹതപ്പെട്ടതായിരുന്നു. അതിന്റെ വഴികൾ എന്തെല്ലാം ആവട്ടെ, അത് വേറെ തരത്തിൽ അത് തിരിച്ചു വരും എന്ന് തന്നെയാണ് ജനങ്ങളുടെ അംഗീകാരം.